ഗാനത്തിലൂടെ ഇത്രയും മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിന് ഒരു 100 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഡ്യുവറ്റിൻ്റെ പുതിയൊരു മ്യൂസിക്കൽ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡ്യുവറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായ മ്യൂസിഷ്യൻസിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഓൺ പിയാനോ വി ഹാവ് റാൽഫൻ സ്റ്റീഫൻ, ഓൺ വയലിൻ ശ്രീ റോജോ, അതോടൊപ്പം തന്നെ ഓൺ ഫ്ലൂട്ട് ശ്രീ രാജേഷ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടു, നമുക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളും നല്ല നല്ല അനുഭവങ്ങളും നമ്മളുമായി പങ്കുവെച്ചത് മധുചേട്ടനാണ്. മധു ബാലകൃഷ്ണൻ, പിന്നണി ഗായകൻ. മധുചേട്ടനെ ഒരിക്കൽ കൂടി ഡ്യുവറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹായ് മധുചേട്ടാ. ചേട്ടൻ്റെ തന്നെ വേറൊരു, അത് ഓരോരുത്തരുടെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഇപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ മൂകാംബികയിലോ എവിടെ പോയാലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അമ്പലങ്ങളിൽ പോകുമ്പോൾ. അത് ഞാൻ പണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശ്വര എനിക്ക് നിങ്ങളെ പറ്റിയൊക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ എനിക്ക് പാടാൻ സാധിക്കണേ, പറ്റണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അവർ ദൈവം ശരിക്കും ഞങ്ങളൊക്കെ പറയുകയും ചെയ്യും, അതിനൊരു പ്രത്യേക ഒരു ദൈവഭാഗ്യം വേണം. അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളില് ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. ശരിക്കും ആ ഭക്തിഗാനങ്ങളാണ് ശരിക്കും എന്നെ ഒരു സാമ്പത്തികമായ രീതിയിൽ എന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു എന്താ പറയാ, ഒരു താങ്ങ്. ആ ഭക്തിഗാനങ്ങളിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ശരിക്കും എന്നെ സഹായിച്ചത് ജീവിതത്തിൽ. ഇപ്പം ചേട്ടൻ്റെ ഒരുപാട് വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായി, ഡിവോഷണൽസ് ചെയ്തു, സിനിമാ പാട്ടുകൾ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ ഞാനൊരു കേട്ടിട്ടുണ്ട് ഒരു കാര്യം, സത്യമാണോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ രവീന്ദ്രൻ മാഷിന്റെ മാനേ എന്നുള്ള പാട്ട്, അതിന്റെ ട്രാക്ക് പാടിയത് അതെയല്ലേ, സത്യമാണ്. അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ശരത്തേട്ടനാണ് എന്നെ രവീന്ദ്രൻ മാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉള്ളത്തെ തിറന്ത് എന്നുള്ള പാട്ടിന്റെ തമിഴ് പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത ശരത്തേട്ടനാണ്. ആ സമയത്ത് തന്നെയാണ് ഈ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ളതിന്റെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ശരത്തേട്ടൻ്റെ കൂടെ കുറച്ച് നാളുകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ ഓർക്കസ്ട്രേഷൻ അത് ശരത്തേട്ടനാണ് ചെയ്തത്. പ്രോഗ്രാമിംഗ് ഫുൾ ചെയ്തത് ശരത്തേട്ടനാണ്, എല്ലാ പാട്ടുകളുടെയും. അപ്പോൾ ഞാൻ ആ സമയത്ത് ശരത്തേട്ടൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ശരത്തേട്ടൻ എന്നെ കൊണ്ട് രവീന്ദ്രൻ മാഷിനെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത് ശരത്തേട്ടൻ. അപ്പോൾ അവിടെ പോയി, വീട്ടിൽ പോയി. അപ്പോൾ രവീന്ദ്രൻ മാഷ് ഒരു ചാരി കസേരയിൽ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശരത്തേട്ടൻ, ഇതാണ് മധു ബാലകൃഷ്ണനാണ്, അത്യാവശ്യം നന്നായിട്ട് പാടും, മാഷിനത് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നീ പാട്ട് പാടുമല്ലേ, എന്നാൽ നീ ഒരു പാട്ട് പാടൂ കേൾക്കട്ടെ. സിഗരറ്റ് വലിച്ചോണ്ട് എന്നിട്ട് ഞാൻ പാടാൻ തുടങ്ങി. പ്രമദവനത്തിൻ്റെ ഹമ്മിങ് എല്ലാം പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ട മാഷ് ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നെ. ഹമ്മിങ് പാടിക്കുമ്പോഴത്തേക്കും ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, സിഗരറ്റൊക്കെ കളയട്ടെ, ഓടിപ്പോയി സിഗരറ്റൊക്കെ കളയട്ടെ. പിന്നെ ചാരുകസേര നിവർന്ന് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ പാടാൻ പറഞ്ഞു. അങ്ങനെ പ്രമദവനം വീണ്ടും പാടി. അങ്ങനെയാണ് രവീന്ദ്രൻ മാഷുമായിട്ടുള്ള മീറ്റിംഗ് ആദ്യത്തെ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മാന എന്നുള്ള പാട്ടിൻ്റെ ഞാൻ ശരത്തേട്ടൻ്റെ ഒപ്പം സ്റ്റുഡിയോയിലേക്ക്, കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് എൻ്റെ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ ഞാനും ശരത്തേട്ടൻ്റെ ഒപ്പം കൂടെ പോയി. എന്നപ്പോൾ മറ്റേ മനോണ്ണൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, ആകാശത്താമര പോലെ. ദാസേട്ടൻ്റെ ആ പോർഷൻ ദാസേട്ടൻ പാടിക്കഴിഞ്ഞു. അതിൽ മനോണ്ണൻ അത് മനോണ്ണം പാടിക്കൊണ്ട്, അത് ഞാൻ മനോണ്ണം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലണത്. ഞാനിങ്ങനെ വിസ്മയത്തോടു കൂടി അത് നോക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് രവീന്ദ്ര മാഷ് വന്നു. ഒരു ജുബയും മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ നടന്നു വന്നപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു, എടാ ശരത്തെ, മറ്റേ പാട്ടിൻ്റെ അത് എൻ്റെ മറ്റേ പയ്യൻ പാടി ശരിയായിട്ടില്ല, അയാൾ കഥ എഴുതിക്കുക, മറ്റേ മാന എന്നുള്ള പാട്ട് ശരിയായിട്ടില്ല അവൻ പാടിയത്, അത് നീ ഒന്ന് പാടണം കേട്ടോ, നീ പാടുമെന്ന് പറഞ്ഞു. ട്രാക്ക് നീ ഒന്ന് പാടാൻ പറഞ്ഞു ശരത്തേട്ടനോട്. അപ്പോൾ ശരത്തേട്ടൻ ഇങ്ങനെ എന്നിട്ട്, ഇല്ല അത് മധു പാടും എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ട് രവീന്ദ്ര മാഷിന് മുമ്പിലേക്ക് തള്ളിയിട്ട് തന്നെ. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് ട്രാക്ക് പാടിയത്. ഓ അത് ശരി, അതൊന്ന് പ്ലീസ് നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചു നോക്കാം, കുറെ നാളുകളായി. Magari magari sari sari da sani da pani da pa ma da pa ma ga pa magari magari sa sa ga ma ga pa pa ma pani pani se sa ga ma ga pa 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 pa
പഗമരി സനിദ പമ ഗരേ മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോര പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലില്ല കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ ആകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും ആകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴക മാനെ 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 മാനേ ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തോന്ന് വിചാരിച്ചു. അയ്യോ ഗംഭീരായിരുന്നു മച്ചേട്ടാ, പറയാണ്ടിരിക്കാൻ വയ്യ. താങ്ക് യു സൂപ്പർ ആയിരുന്നു. ഇങ്ങനെ എനിക്കിപ്പോഴും ആക്ച്വലി വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ചേട്ടൻ അധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനത് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ചെയ്തിട്ടില്ല. ശരിക്കും എൻ്റെ അമ്മയോട് ചോദിക്കോ, എനിക്കതേ വൃത്തിയുള്ളൂ. ബ്രീതിങ് എക്സസൈസസ് ചെയ്യാറുണ്ടോ? ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിൻ പ്രദേശത്താണ് വളർന്നത്. ഒന്നാമത്തെ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ കുളമുണ്ട്. ഞാൻ പിന്നെ അതിനുശേഷം വെക്കേഷനിലെല്ലാം കോതമംഗലത്ത് പോകുമായിരുന്നു, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ. അവിടെ നിറച്ച് തോടുകളും പുഴകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ മത്സരം വെക്കാറുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങാങ്കുഴി ഇട്ട് പോയിട്ട് അടിയിൽ വലിയ കല്ലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അതൊരു 12 അടി ഒക്കെ ഹൈറ്റ് ആഴമുള്ള വെള്ളം ആഴത്തിലാണ്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ പോയിട്ട് ആ കല്ല് കണ്ടുപിടിച്ചിട്ട് മുകളിലേക്ക് കയറി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പല കളികളും കളിച്ചിട്ടുണ്ട്. പിന്നെ മുങ്ങിക്കിടന്നിട്ട് എണ്ണും എത്ര നേരം, ആരാണ് ഏറ്റവും കൂടുതൽ നേരം കിടക്കണതെന്നൊക്കെ, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയൊരു പണ്ട് അതൊക്കെ കളിച്ചതുകൊണ്ട് ഇപ്പൊ മാനയും ഗംഗയും ഹരിമുരളിയൊക്കെ ഇങ്ങനെ പുല്ല് പോലെ പാടാൻ പറ്റണ. പിന്നെ നമ്മൾ ജണ്ടപരീക്ഷകളൊക്കെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഓം എന്നുള്ളത് അതിങ്ങനെ മാക്സിമം സസ്റ്റെയിൻ ചെയ്ത്, പിന്നെ രാമ 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 പറഞ്ഞു. പിന്നെ കബഡി കളിക്കാൻ പോയിരുന്നു. കബഡി കളിക്കുമ്പോൾ നമ്മൾ കബഡി 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 എന്ന് പറഞ്ഞു അത് മാക്സിമം സമയം പിടിക്കണമല്ലോ. അങ്ങനെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അറിഞ്ഞും അറിയാതെയും ഇത്രയും കാലം കുട്ടിക്കാലം തൊട്ടേ ചേട്ടന്റെ ലങ്സിന് ഭയങ്കര എക്സസൈസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അയ്യോ, എന്തായാലും ഗംഭീരായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്.